കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ പ്ലേലിസ്റ്റ് കാറ്റഗറി പരിചയപ്പെടുത്തുകയാണ്. ഈ പ്ലേലിസ്റ്റിൻ്റെ പേര് റിയൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് എന്നാണ്. പേര് പോലെ തന്നെ യഥാർത്ഥ കുറ്റാന്വേഷണ കഥകളാണ് ഇതിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊല, കേട്ടാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രതിയും കൊലപാതക രീതികളും സാഹചര്യങ്ങളും. അതായത് 14 വയസ്സുള്ള ഒരു പാവം കുട്ടിയെ കഴുത്തുഞെരിച്ചു കൊന്ന് ശരീരം കത്തിച്ച ശേഷം ജഡമരിഞ്ഞു നുറുക്കി കുഴിച്ചുമൂടിയ ഒരു അരും കൊലയുടെ കഥ. കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലം. ആ രാത്രി ആരും ഉറങ്ങിയിട്ടേയില്ല. എല്ലാവരും പല വഴിക്ക് പോയിരിക്കുകയാണ്. ഗ്രാമം മുഴുവൻ ഒരേയൊരു ലക്ഷ്യത്തിനു വേണ്ടി പരക്കം പാഞ്ഞു. ജിത്തുവിനെ കണ്ടുപിടിക്കണം. നാട്ടുകാരെല്ലാവരും അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. കാട്ടുവഴികളും മലഞ്ചെരിവുകളും ഒക്കെ താണ്ടി നാട്ടുകാരും ബന്ധുക്കളും അന്വേഷണത്തിന് മുഴുകി. പക്ഷേ ജിത്തുവിനെക്കുറിച്ച് ആ രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. ജിത്തു എന്ന 9ാം ക്ലാസ്സുകാരൻ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. വൈകുന്നേരം വരെ അവനെ പലരും കണ്ടതാണ്. അമ്മ ജയമോൾ അവനെ തൊട്ടടുത്ത കടയിൽ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ പറഞ്ഞുവിട്ടതായിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവൻ തിരിച്ചു വന്നില്ല. പിന്നെ അവനെ കണ്ടെത്താനുള്ള പരക്കം പാച്ചിലായിരുന്നു ഗ്രാമം മുഴുവൻ. അങ്ങനെ 2 ദിവസം പിന്നിട്ടു. ജിത്തു എവിടെ അപ്രത്യക്ഷമായി എന്ന് ഒരറിവുമില്ല. അവൻ ചെന്നെത്താറുള്ള എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല. അമ്മ ജയമോളെയും അച്ഛൻ ജോബിനെയും ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകൾ കിട്ടിയില്ല. അമ്മ ജയമോൾ ഒരേയൊരു ഇരിപ്പ് തന്നെ, ജലപാനം പോലുമില്ലാതെ. ടൗണിൽ ജോലിയുള്ള അച്ഛൻ തിരിച്ചു വരുന്നതും കാത്ത് അവനെന്നും വഴിയരികിൽ നിൽക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി മകനെ കാണാത്ത ഒരച്ഛൻ്റെ വേദന കാഴ്ചക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. വീടാകെ ശ്മശാന മൂകതയിലാണ്ടു. ജിത്തുവിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു പള്ളിക്കൂടം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. വെറുമൊരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നില്ല ജിത്തു. മിടുക്കനും സമർത്ഥനുമായിരുന്നു അവൻ. ഏതു കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. അവൻ ജനിച്ചു വളർന്ന വീട്ടിലെ അവൻ്റെ പ്രിയപ്പെട്ടവർ ഒരു നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു. ഒരിറ്റു ദാഹജലം പോലും കഴിക്കാതെ ഭ്രാന്തമായ മനസ്സുമായി. പക്ഷേ അവൻ പിന്നെ തിരിച്ചു വന്നതേയില്ല. എല്ലാവരും വിചാരിച്ചത് അവൻ അന്ന് കടയിൽ പോയപ്പോൾ ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു. കുരുതിപ്പുഴ ഗ്രാമത്തിൽ അന്നൊരു ഇടുത്തി വീണ ദിവസമായിരുന്നു. ആ വാർത്ത കേട്ടവരാരും വിശ്വസിച്ചില്ല. പിന്നെ എല്ലാവരും കേട്ട വാർത്ത നേരിൽ കാണാനായി അവർ ജോസിൻ്റെ വീട്ടിലേക്ക് പോയി. ജിത്തുവിൻ്റെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ശരീരം മുഴുവൻ കത്തിക്കരഞ്ഞ നിലയിൽ, ശരീരാവയവങ്ങൾ പലതും ഒടിച്ചുമാറ്റിയിരിക്കുന്നു. ജിത്തുമോൻ എന്ന സൗന്ദര്യരൂപം ഇപ്പോൾ ഒരു ഭീകര രൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ 14-കാരനെ ആരോ കൊന്നു കത്തിച്ചിരിക്കുന്നു. ജിത്തുവിനെ കൊന്ന കൊലയാളിയെ കണ്ട നാട്ടുകാർ മുഴുവൻ ഞെട്ടി. കൊന്നത് മറ്റാരുമല്ല, ജന്മം നൽകിയ സ്വന്തം അമ്മ തന്നെ. ശരീരം കത്തിച്ച് വികൃതമാക്കിയതും ലാളിച്ചു വളർത്തിയ സ്വന്തം അമ്മ തന്നെ. കത്തിച്ച ശേഷം ശരീരാവയവങ്ങൾ സ്വന്തം കൈകൊണ്ട് ഒടിച്ചതും ആ അമ്മ തന്നെ. ഓമനിച്ച് വളർത്തിയ പെറ്റമ്മ. എങ്ങനെ ഞെട്ടാതിരിക്കും? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പൈശാചികമായ കൊല നടന്നിരിക്കുന്നു. സ്വന്തം അമ്മ മകനെ കൊന്ന് കത്തിച്ച് വെട്ടിനുറുക്കിയിരിക്കുന്നു. എന്തിന്? ആർക്കു വേണ്ടി? എപ്പോൾ? ചോദ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ജനം ആർത്തിരമ്പി. ഒരാളും ഒരു പണിക്കും അന്ന് പോയില്ല. പകരം അവർ വീടടച്ച് ജയമോളെ കാണാൻ ഇറങ്ങിത്തിരിച്ചു. ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നല്ലോ ജയ. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന പണിയാണല്ലോ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. സ്വന്തം മകനെ ഇത്രയും പൈശാചികമായി കൊല്ലുന്ന അമ്മ ഈ ലോകത്തുണ്ടാകുമോ? അപ്പോൾ ജയമോൾ എന്ന പൈശാചിക രൂപത്തെ നേരിട്ട് കാണണം. ജനം തിക്കിത്തിരക്കി. ജനങ്ങളുടെ നിയന്ത്രണം വിട്ടപ്പോഴും ജയമോളുടെ നിയന്ത്രണം വിട്ടില്ല. അവർ ആരെയും ശ്രദ്ധിച്ചു പോലുമില്ല. മുഖത്ത് ലെവലേശം പോലും പശ്ചാത്താപത്തിന്റെ കണിക പോലും ഉണ്ടായില്ല. പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മണിമണി പോലെ ഉത്തരം പറഞ്ഞു. കൊന്ന രീതിയെല്ലാം വളരെ കൃത്യതയോടെ പോലീസിനോട് കാണിച്ചു കൊടുത്തു. പോലീസ് പോലും പകച്ചുപോയി. പക്ഷേ ഈ അമ്മ ഒരിക്കലും പകച്ചില്ല. ഒറ്റയ്ക്കാണ് മകനെ കൊന്നത്, കത്തിച്ചത്, അവയവങ്ങൾ അറുത്തുമാറ്റിയതും. ഒരാളെ പോലും സഹായത്തിന് വിളിച്ചില്ല. എന്തിനു വിളിക്കണം? ഇത് തൻ്റെ മാത്രം പ്രതികാരമാണല്ലോ. വർഷങ്ങളായി മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു പകയുടെ അന്ത്യം ആ സ്ത്രീ അന്നു രാത്രി ആ പറമ്പിൽ നടപ്പിലാക്കി.
ഒരമ്മ ചെയ്ത ക്രൂരകൃത്യത്തെക്കുറിച്ചാണ് അന്ന് നാട്ടുകാർ മുഴുവൻ ചർച്ച ചെയ്തത്. സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ പൈശാചികമായി കൊല്ലണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്. ഈ സ്ത്രീയുടെ മനസ്സിൽ വർഷങ്ങളായി കടന്നുകൂടിയ ഒരു പ്രതികാര നടപടിയാണ് അവർ നടപ്പിലാക്കിയത്. പ്രത്യേകിച്ചും മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ത്രീ. നാട്ടുകാരും പോലീസും ആ ഉത്തരത്തിനു വേണ്ടി കാത്തിരുന്നു. ജയമോളുടെ പകയുടെ തുടക്കം ഭർത്താവ് ജോബിന്റെ കുടുംബവീട്ടിൽ നിന്നായിരുന്നു. ജോബിന്റെ അമ്മ അമ്മിണിയമ്മ ഭർത്താവ് ജോണിക്കുട്ടിയും തുടക്കം കുറിച്ച ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്ന്. ആ പ്രശ്നം കേട്ടാൽ ചെറുതാണെന്ന് തോന്നും, പക്ഷേ ജയമോൾക്ക് അത് വലുതായിരുന്നു. ഭർത്താവിന്റെ സ്വത്തിനെക്കുറിച്ചുള്ള തർക്കമായിരുന്നു ജയമോളെ കൊണ്ട് ഈ അരുംകൊലയ്ക്ക് പ്രേരിപ്പിച്ചത്. ഭർത്താവിന്റെ വീട്ടുകാരോടുള്ള പക സ്വന്തം കുഞ്ഞിൽ തീർത്തു കളഞ്ഞു. സ്വന്തം മകനെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചു കളഞ്ഞു. ജോബിന്റെ അമ്മ അമ്മിണിയമ്മയും ഭർത്താവ് ജോണിക്കുട്ടിയുമാണ് ഈ കുടുംബ വീട്ടിലെ താമസക്കാർ. പക്ഷേ ജോബും കുടുംബവും തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീട് വെച്ച് താമസം തുടങ്ങി. പക്ഷേ ജിത്തുമോൻ ഇവരെ വിട്ടു പോയില്ല. വല്യപ്പച്ചനെയും വല്യമ്മച്ചയും കാണാൻ ജിത്തു എന്നും ആ വീട്ടിൽ പോകുന്നത് പതിവായിരുന്നു. പക്ഷേ ജയമോൾ ഒരിക്കലും ഈ വീട്ടിൽ കയറിയിട്ടില്ല. ഓരോ നിമിഷവും ഈ വീടുമായി അകന്നുകൊണ്ടിരുന്നു. ജയമോളുടെ പരാതിക്ക് കാരണം ഇതായിരുന്നു. ഏക്കർ കണക്കിന് സ്വത്തിന്റെ അവകാശമുള്ള ജോബിന് വെറും 70 സെന്റിനുള്ള വിൽപ്പന അവകാശം മാത്രം നൽകി. അതും അവരുടെ മരണശേഷമുള്ള കൈവശാവകാശം മാത്രം. ബാക്കി ഏക്കർ കണക്കിന് വരുന്ന സ്ഥലവും ടൗണിലുള്ള കടമുറിയും ഭർത്ത് വീട്ടുകാർ കൈവശമാക്കി വെച്ചു. ഒരിക്കലും ഇതൊന്നും ജോബിന് വിട്ടുകൊടുക്കില്ല എന്ന് മകൻ ജിത്തു വഴി ജയമോളെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ജിത്തുവും അമ്മയെ പലതവണ കുറ്റപ്പെടുത്തി. വസ്തുവകകൾ നഷ്ടപ്പെടാൻ കാരണം അമ്മയുടെ പിടിവാശിയാണെന്ന തരത്തിൽ ആ കുരുന്ന് സംസാരിച്ചു. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ അമ്മയോട് ഇതേ ചൊല്ലി അവൻ സംസാരിക്കുമായിരുന്നത്രേ. ജയമോൾക്കത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. മകൻ തന്നെ കുറ്റപ്പെടുത്തുന്നത് ജയമോളുടെ സകല ക്ഷമയും കെടുത്തി. ഒടുവിൽ ജയമോൾ ഒരു തീരുമാനമെടുത്തു. ഭർത്തൃ വീട്ടുകാരോട് പകരം വീട്ടണം. അതിന് ഒരേ ഒരു വഴി, അവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുക. ഒരമ്മയും ചിന്തിക്കാത്ത പ്രവർത്തിക്കാത്ത ഒരു ക്രൂരകൃത്യം. പക്ഷേ ജയമോൾ അന്ന് രാത്രി അത് നടപ്പിലാക്കി. മകനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ഏതെങ്കിലും ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കൊന്നുകളയുമോ? ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ജയയ്ക്കത് ശരിയായിരുന്നു. അതുമാത്രമായിരുന്നു അവർക്ക് മുമ്പിൽ അപ്പോൾ ശരി. പശ്ചാത്താപമില്ലാതെ, കുറ്റബോധം ലെവലേശം പോലുമില്ലാതെ ആ അമ്മ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എല്ലാം പോലീസിനോട് ഏറ്റുപറഞ്ഞു. കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തേക്ക് വന്നില്ല. പ്രതികാര ദുർഗയായ ഒരമ്മയുടെ കഥ അങ്ങനെ കെട്ടടങ്ങി. ഇനി അവർ വേറൊരു ജീവിതത്തിലേക്ക്, മറ്റൊരു ലോകത്തേക്ക്. പ്രിയ കൂട്ടുകാരെ, കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.